+2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒന്നും പഠിച്ചില്ലെങ്കിലും സയൻസ് ഗ്രൂപ്പ് എടുക്കാത്ത കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, VHSC, കമ്പ്യൂട്ടർ സയൻസ്, NIOS പഠിച്ചിറങ്ങിയ ഏത് വിദ്യാർത്ഥികൾക്കും +2ൽ 50% മാർക്സോടെ പാസ്സാകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ GNM തീർച്ചയായിട്ടും പഠിക്കാൻ യോഗ്യരാണ്. GNM കോഴ്സ് പഠിച്ചിറങ്ങിയതിന് ശേഷം 2 വർഷത്തെ പോസ്റ്റ് BSc എടുക്കുന്നതോടെ BSc നഴ്സിംഗുകാരെ പോലെ തന്നെ നല്ല തൊഴിലവസരങ്ങളും സാലറി പാക്കേജുകളും നിങ്ങൾക്കും ലഭ്യമാണ്. കേരളത്തെ അപേക്ഷിച്ച് സീറ്റുകളുടെ കാര്യത്തിൽ 5 ഇരട്ടിയിലധികം സീറ്റുകൾ GNMന് വരുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക. നല്ല ക്ലിനിക്കൽ പ്രാക്ടീസും ഹോസ്പിറ്റാലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്ന അപ്രൂവലുള്ള കോളേജുകൾ തന്നെയാണ് BSc നഴ്സിംഗ് പോലെ തന്നെ GNM പഠിക്കാനും പലരും ചൂസ് ചെയ്യാറുള്ളത്. ഫീസ് നിങ്ങൾക്കൊരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരിലെ മികച്ച മെഡിക്കൽ കോളേജുകളിലൊക്കെ GNM ഉള്ളത് കൊണ്ട് തന്നെ ഒരു ബെസ്റ്റ് കരിയർ നഴ്സിംഗ് പ്രൊഫഷണൽ രംഗത്ത് അറിവും പ്രാക്ടിക്കലും നേടിയെടുക്കാൻ എല്ലാ അംഗീകാരങ്ങളും ഫെസിലിറ്റീസുമുള്ള മെഡിക്കൽ കോളേജുകൾ തന്നെ ചൂസ് ചെയ്യുന്നത് എപ്പോഴും പഠിക്കുന്നതിന് നല്ലതാണ്. ഫോർ എക്സാമ്പിൾ, ഡോക്ടർ BR അംബേദ്കർ മെഡിക്കൽ കോളേജും വൈദേഹി മെഡിക്കൽ കോളേജ്, BGS ഗ്ലോബൽ മെഡിക്കൽ കോളേജ്, ഈസ്റ്റ് പോയിന്റ് മെഡിക്കൽ കോളേജൊക്കെ BSc നഴ്സിംഗും GNMും പഠിക്കാൻ ബാംഗ്ലൂരുള്ള മികച്ച ബെസ്റ്റ് ഓപ്ഷൻസ് തന്നെയെന്ന് പറയേണ്ടി വരും. മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ഫെസിലിറ്റീസും ഫാക്കൽറ്റീസും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഫീസും താരതമ്യേന മറ്റ് കോളേജുകളെ അപേക്ഷിച്ച് ഇവിടെ വളരെ കൂടുതലായിരിക്കും. ഇനി 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെയുള്ള ബഡ്ജറ്റിൽ മെഡിക്കൽ കോളേജുകളല്ലാതെ ചെറിയ കോളേജുകൾ തൊട്ട് പ്രീമിയം കോളേജുകൾ വരെയും ബാംഗ്ലൂർ നഴ്സിംഗ് രംഗത്ത് അവൈലബിൾ ആണ്. GNM കോഴ്സ് ഒരു മെഡിക്കൽ രംഗത്തെ ശ്രദ്ധേയമായ ഒരു നഴ്സിംഗ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ കേരളത്തിൽ കുഹാസ് അഥവാ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസിന്റെ അണ്ടറിലും, തമിഴ്നാട് സ്റ്റേറ്റിൽ ഡോക്ടർ MGR യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലും, കർണാടക സ്റ്റേറ്റിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുമാണ് ഈ കോഴ്സ് പഠിക്കാൻ പറ്റുക. ഫസ്റ്റ് ഇയർ മുതൽ പ്രാക്ടിക്കൽ നോളജ് ഒക്കെ തരുന്ന നല്ലൊരു കോളേജ് എപ്പോഴും ചൂസ് ചെയ്ത് പഠിക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും. ഇന്ന് പലരും +2 കഴിഞ്ഞ് ജനറൽ നഴ്സിംഗ് ചൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? ഒരിക്കലും അവസാനിക്കാത്ത കരിയർ സാധ്യത എന്നതാണ് ഇതിന്റെ പ്രത്യേകത. മെഡിക്കൽ രംഗത്ത് കിട്ടുന്ന നല്ലൊരു കോഴ്സ് തന്നെയാണ് GNM എന്ന് പറയാം. മനുഷ്യനുള്ള കാലം അത്രയും, ആശുപത്രികളുള്ള കാലം അത്രയും, രോഗങ്ങളുമുള്ള കാലം അത്രയും നഴ്സിംഗ് എന്ന കരിയറിന്റെ സാധ്യത വളരെ വലുതല്ലേ? രോഗികളുടെ അവസ്ഥ കാണുമ്പോൾ അവരോട് അലിവ് തോന്നുന്നവരായിരിക്കും ഒരു യഥാർത്ഥ നഴ്സ്. അങ്ങനെ തോന്നാത്ത പക്ഷം ഇത് വളരെ ബോറടിപ്പിക്കുന്ന ഒരു ജോലിയായി മാറിയേക്കാം. പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും വളരെയധികം ജോലി സാധ്യതയുള്ള മേഖല തന്നെയാണ് നഴ്സിംഗ് കരിയർ എന്ന് പറയാം. ആശുപത്രികളെ പോലെ തന്നെ ഹോം നഴ്സിംഗ് എന്ന മേഖലയിലും ഇന്ന് സാധ്യതകൾ കൂടി വരികയാണ്. ആളുകളെ വീടുകളിൽ ചെന്ന് പരിചരിക്കുക എന്നത് വളരെയേറെ സാധ്യതകളുള്ള മണിക്കൂറിന് ശമ്പളം കിട്ടുന്ന ഒരു ജോലിയാണ് നമ്മുടെ ഇന്ത്യയിലും പുറത്തും. തീർച്ചയായിട്ടും ബാംഗ്ലൂർ ഭാഗത്തേക്ക് GNM അഥവാ ജനറൽ നഴ്സിംഗ് കോഴ്സിന് അഡ്മിഷൻ നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ 8072918097 എന്ന എൻ്റെ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഇത് എൻ്റെ വാട്സ്ആപ്പ് നമ്പറാണ്.